ലോകത്ത് ബാലറ്റിലൂടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിൽ കയറിയ ആദ്യ രാജ്യമാണ് കേരളം. ഭൂപരിഷ്കരണം പോലെയുള്ള നിരവധി നിയമങ്ങൾ വഴി മനുഷ്യരായി ജീവിക്കാനുള്ള അവസരമുണ്ടാക്കിയ പാർട്ടിയുടെ പുഷ്കലകാലം കഴിഞ്ഞപ്പോൾ അന്നത്തെ ആദർശങ്ങൾക്ക് കൈമോശം വന്നു. കഴിഞ്ഞ 10 വർഷം ഇടതുപക്ഷ തുടർഭരണമുണ്ടായിട്ടും 2026-ൽ പാർട്ടി ദയനീയമായി പരാജയപ്പെട്ടത് ഇക്കാര്യത്തിലേക്ക് ചൂണ്ടുപലകയാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ഒരു മധ്യവർഗം ഉടലെടുക്കുകയും അവർ അടിസ്ഥാന വർഗത്തെയും ആശയങ്ങളെയും കൈവിട്ടിരിക്കുകയും ചെയ്യുന്നു. വലതുപക്ഷ രാഷ്ട്രീയത്തിന് സംസ്ഥാനത്തിൽ വളർച്ച നേടിയിരിക്കുന്നു. ഒരു MLA മാത്രമുണ്ടായിരുന്ന അവർക്ക് ഇപ്പോൾ 3 MLA ആയി. മാത്രമല്ല, പല കമ്മ്യൂണിസ്റ്റുകാരും അവരുടെ കുഴലൂത്തുകാരായി മാറിക്കൊണ്ടിരിക്കുന്നു. കൊല്ലം പോലെയുള്ള ഇടതുപക്ഷ കോട്ടകൾ പോലും കളം മാറി ചവിട്ടിത്തുടങ്ങി. ഈ സാഹചര്യത്തിൽ കൊല്ലത്തുനിന്ന് തന്നെയുള്ള കവി മുഖത്തല ദീർഘദർശനം ചെയ്ത ഇടതുപക്ഷ കാലത്തെ ചില കവിതകളാണ് ഇവിടെ ഉദ്ധരിക്കുന്നത്. സ്വജനപക്ഷപാതം, ധൂർത്ത് എന്നിവ കമ്മ്യൂണിസ്റ്റ് ഭരണത്തിൽ വ്യാപകമായി എന്നത് ഈ കവിതയിൽ നമുക്ക് കണ്ടെത്താനാവും. അതാണ് യാഥാർത്ഥ്യവും. അർഹതയില്ലാത്തവർക്ക് സാമൂഹിക പെൻഷൻ, പഞ്ചായത്ത് തലത്തിൽ കോൺട്രാക്റ്റ് വർക്ക് പാർട്ടിക്കാർക്കായി റിസർവ് ചെയ്യൽ തുടങ്ങി അതിൻ്റെ വ്യാപ്തി സീമാതീതമായിരുന്നു. അതാണ് പാർട്ടിയെ കഴിഞ്ഞ ഇലക്ഷനിൽ ജനം കൈവിട്ടതും. ഇനി കവിത കേൾക്കാം. ഈ കവിതകൾ മുഖത്തല മൊഴികൾ 8-ാം ഭാഗത്തിൽ നിന്ന് എടുത്തതാണ്. സംരക്ഷണം. ഏത് ചെകുത്താനും ലഭിക്കും ഞങ്ങളുടെ പാർട്ടി സംരക്ഷണം. വ്യവസ്ഥ മറ്റൊന്നും തന്നെയില്ല. വോട്ടും ചെയ്ത് കൊടിയും പിടിച്ചാൽ. ചുമടുതാങ്ങികൾ. കല്ലുവെട്ടു യന്ത്രത്തെ എതിർത്തു. കമ്പ്യൂട്ടർ വന്നപ്പോൾ അത് തല്ലിപ്പൊളിച്ചു. ലോകബാങ്ക് സഹായത്തെ വെറുത്തു. ഇക്കൂട്ടിരുന്നതിൻ്റെയെല്ലാം ചുമടുതാങ്ങികൾ. പരിഹാസ്യം. ഉൾക്കാഴ്ചയില്ല രാഷ്ട്രീയം. തിരിച്ചറിവില്ല നേതാക്കൾ. കയ്യടി കിട്ടാൻ കാട്ടും വിദ്യകൾ. കാലം കണ്ടു കൈകൊട്ടിച്ചിരിക്കുന്നു. ദുരഭിമാനം. കോൺഗ്രസിനെ എതിർക്കാൻ ജനിച്ചു. കാലം കോൺഗ്രസ് കൂടാരത്തിലെത്തിച്ചു. പുറത്തു കടക്കാൻ മാർഗമില്ലാതുഴലുന്നു. എന്നിട്ടും ഒന്നാകാൻ തടസ്സം ദുരഭിമാനം. കൈക്കൂലി. മദ്യം ലോട്ടറി മുഖ്യ വരുമാനമാക്കി. കറക്കു കമ്പനി പോലൊരു സർക്കാർ. വോട്ടിനുള്ള കൈക്കൂലിയായിട്ട് അനർഹർക്കും സാമൂഹ്യ പെൻഷൻ. വാഹനം. കാശില്ലാത്ത സർക്കാർ. വാങ്ങുന്നത് ആഡംബരക്കാർ. അംബാസിഡർ പോലുള്ള കാറുപോരെ സർക്കാരിന്. പിന്നാക്കമോ. ചികിത്സക്ക് അമേരിക്കയിൽ, പ്രജകൾക്ക് കേരളം ശരണം. ജനങ്ങൾക്ക് നമ്പർ 1, മുഖ്യനീ സിസ്റ്റം 0യും. രാഹിത്യം. ഗുരുത്വമില്ലാതാക്കി രാഷ്ട്രീയക്കാർ. ഗുരുത്വദോഷങ്ങൾ പെരുകുന്നു പലവിധം. ആർക്കുമാരെയും പേടിയില്ലാതെ ചെയ്യുന്നു. ഹീനകൃത്യങ്ങൾ അടിസ്ഥാന കാരണം ഗുരുത്വരാഹിത്യം. ഇതോ കമ്മ്യൂണിസം. 2.5 വർഷക്കാരനും പെൻഷൻ. മന്ത്രിയുടെ കുശിനിക്കാരനായാൽ മതി. 35 വർഷക്കാലത്തിനില്ല പെൻഷൻ അംഗനവാടി ടീച്ചർക്ക്. വിന. ഗുരുത്വമില്ലാതെ കുട്ടികളെ നയിക്കും രാഷ്ട്രീയ പാർട്ടികൾ. അവർക്കും സമൂഹത്തിനും വിനയുടെ വിത്ത് വിതയ്ക്കുന്നു. കാലയാപനം. സമ്മേളനങ്ങൾ മുറജപം പോലെ. പാർട്ടി മെല്ലെ പാതാളത്തിലേക്കും. ഒരുമ മഹിമയറിയാതെയവർ കാലയാപന രാഷ്ട്രീയപാത തെളിക്കുന്നു. കണ്ടതും കേട്ടതും. ഭരണം സുതാര്യമാകണം. പുറംവാതിൽ നിയമനവും ഇഷ്ടക്കാർക്ക് ലക്ഷങ്ങൾ ശമ്പളവും. ഒടുവിൽ കാശില്ലെന്ന നിലവിളിയും. എങ്ങനെ? പാർട്ടി മെലിയുമ്പോൾ കെട്ടിടം മുകളിലേക്ക്. പണം കൊണ്ട് പാർട്ടി വളരുമോ? ജനമകലുമ്പോഴതെങ്ങനെ? സ്വർണ്ണക്കൊടിമരം. പാർട്ടി ഓഫീസിന് മുന്നിൽ ഒരു സ്വർണ്ണക്കൊടിമരം കൂടി. ആണ്ടിൽ 10 ദിവസം ഉത്സവം. വിപ്ലവം നാട്ടിലാകെ പരക്കും. എങ്ങോട്ട്? സ്ഥാപനവൽകൃത പാർട്ടിയുടെ സമ്പത്തിലാറാടി രമിക്കുമ്പോൾ തൊഴിലാളി വർഗം പകയ്ക്കുന്നു. ഈ പോക്കെങ്ങോട്ടെന്നാണോർത്ത്. ബാലപാഠം. കമ്മ്യൂണിസത്തിന് ABCD അറിയാതെ വ്യക്തിപൂജയിൽ അഭിരമിക്കും പുതുസഖാക്കൾ. പാർട്ടി എന്തെന്നും സംഘടനാ രീതി എന്തെന്നും ഉള്ള ബാലപാഠമെങ്കിലും പഠിച്ചിടുക കൂട്ടരെ. ഹാ കഷ്ടം. 6 ദശകങ്ങളായി ചേരകൾ പരസ്പരം വിഴുങ്ങാൻ ശ്രമിക്കുന്നു. ഇരുവരുടെയും തലകൾ മാത്രം ബാക്കി. ഉടൽ കാണാനില്ല. കഷ്ടം, ഹാ കഷ്ടം.
കണി ഭൂരിപക്ഷാഭിപ്രായം മാനിക്കാതക്കാലം പാർട്ടി പുലർന്നു പോയവരിന്ന് നിർലജ്ജം ശത്രുകൂടാരത്തിൽ അഭയം തേടി നിൽക്കും കാഴ്ച കാലമൊരുക്കിയ കണിയല്ലേ. കരിങ്കൊടി ചെങ്കൊടി പിടിക്കുവോർ സ്വാർത്ഥമതികളായാൽ കരിങ്കൊടി ജാഥ കണ്ട് ഭരണം നടത്തേണ്ടി വരും. സമരം തൊഴിലാളി മുതലാളിയായാൽ സമരങ്ങളെല്ലാം സമരാഭാസം. അടിസ്ഥാനവർഗ താൽപ്പര്യം ഇടത്തരക്കാർ തൻ പ്രശ്നങ്ങൾ ഇവ ഏറ്റെടുത്താൽ മാത്രമേ ഇടതുപക്ഷ സർക്കാരായിടൂ. രാഷ്ട്രീയ മാജിക്ക് സാമൂഹ്യ പെൻഷനിൽ അനർഹർ പതിനായിരങ്ങൾ വോട്ടു പെട്ടിയിലാക്കും മാജിക്കാണിതോർക്കുക. ഏകോപിക്കുക രാഷ്ട്രീയത്തിലെ സയാമീസ് ഇരട്ടകൾ വേർപ്പെടുത്തിയാൽ രണ്ടിൻ്റെയും കഥ കഴിയും. 100,000 സർക്കാർ വാർഷികത്തിന് 100 കോടി 100 കോടിക്ക് 100,000 വീട് നിർമ്മിച്ച് സർക്കാർ വാർഷിക സമ്മാനമായി നൽകി എങ്കിൽ എത്ര നന്നായിരുന്നു കേരളത്തിൽ. ആശങ്ക സ്ഥാപനവൽകൃത കമ്മ്യൂണിസം ചൂഷണമാർഗമോ സേവനമാർഗമോ. സ്വാർത്ഥ താൽപ്പര്യം കൂടിക്കൂടി വന്ന് ഒടുവിൽ പാർട്ടി തന്നെ വിഴുങ്ങപ്പെടുമോ. വീട്ടുതടങ്കൽ ചൂഷണമൊഴിവാക്കേണ്ടവർ ചൂഷണം തൊഴിലാക്കിയാൽ ജനങ്ങൾ വോട്ടാം ചാട്ടവാറിനാൽ തല്ലി അവരെ വീടാം ജയിലിലാക്കണം. ഞങ്ങളെ